LK ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് LK ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മുഖ്യ അതിഥിയായി. ബിജു, സുനന്ദ ഭട്ട്, നടന്മാരായ രജത് കപൂർ, വിനീത് കുമാർ തുടങ്ങി ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഹസ്രചിത്രങ്ങളുടെയും യുവ സംവിധായകരുടെയും പുതിയ പരീക്ഷണങ്ങൾക്കാണ് ഇന്നലെ ഗോകുലം കൺവെൻഷൻ സെന്റർ സാക്ഷിയായത്. അന്താരാഷ്ട്ര ചലച്ചിത്ര നിരൂപകൻ ഫിലിപ്പ് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. 3 വേദികളിലായി നടന്ന മേളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഹസ്രചിത്രങ്ങളുടെ പ്രദർശനം നടന്നു. പുതുതലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകരുടെ പരീക്ഷണങ്ങൾക്കും ക്രിയാത്മകമായ സംവാദങ്ങൾക്കും മേള വേദിയായി. ഷാജി എം കരുൺ, ശ്യാം ബെനഗൽ എന്നിവരുടെ അനുസ്മരണ ചടങ്ങുകളും മേളയുടെ ഭാഗമായി നടന്നു. സമാപന സമ്മേളനത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു പരിപാടിയാണ്. കാരണം ഇങ്ങനെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് എനിക്കിവിടെ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഇത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് വളരെ അപകടകരമായ ഒരു അവാർഡാണ്. ഈ ഫാൽക്കെ അവാർഡും ഒക്കെ അതുപോലെയുള്ള അവാർഡാണ്. ഫെസ്റ്റിവൽ ചെയർമാൻ കമൽ, സംവിധായകരായ ബിജു, സുനന്ദ ഭട്ട്, നടന്മാരായ രജത് കപൂർ, വിനീത് കുമാർ തുടങ്ങിയ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ റെഡ് കാർപ്പറ്റിൽ അണിനിരന്നു. എല്ലാ അവാർഡീസിനും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഐ കൺഗ്രാജുലേറ്റ് ഓൾ ദി അവാർഡ് വിന്നേഴ്സ്. ഇനിയും അവാർഡ് ഡിക്ലെയർ ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷവും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മത്സര വിഭാഗത്തിൽ മാറ്റുരച്ച ചിത്രങ്ങളിൽ നിന്ന് മികച്ച സംവിധായകൻ, നടൻ, നടി, സാങ്കേതിക പ്രവർത്തകർ എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും പരിപാടിയിൽ വിതരണം ചെയ്തു. ന്യൂസ് മലയാളം, കൊച്ചി.